ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. എനിക്ക് തന്നെ ഇതൊരു റെവലേഷൻ, ഒരു പുതിയ കാര്യമായിട്ട് തോന്നി. പിന്നെ അടുത്ത് വീണ്ടും ഞാൻ പറയാൻ തുടങ്ങി, യേശുക്രിസ്തു വന്നപ്പോ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇതാണ് സത്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോ അത് അവർക്ക് വളരെ അവരുടെ റിലീജിയസ് സെന്റിമെന്റിനെ വ്രണപ്പെടുത്തിയോ? We did not hurt their religious sentiment, but we are telling the truth. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശുക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈസാമസി പ്രഭു യേശു നിങ്ങൾ എല്ലാവരുടെയും കൂടി ദൈവമാണ്. നിങ്ങളെല്ലാവർക്കും ആ യേശുവിൽ നിന്ന് അനുഗ്രഹം കിട്ടാം. ഇത് കേട്ടപ്പോൾ അവർക്ക് അടുത്ത് വന്നിട്ട് വളരെ ആഗ്രഹത്തോടെ എന്നെ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ നേരം ഞാൻ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർത്തുകൊണ്ട് എനിക്ക് അറിയാവുന്ന മാതിരിയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ആൾ പറയണം, ആ യേശുക്രിസ്തുവിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എവിടെ നിന്നാ കിട്ടുക? കണ്ടോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്തൊരു ഹിന്ദി ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിന് ഓട്ടോബയോഗ്രഫി എന്നല്ല പറയുക, ദാറ്റ് ഈസ് ബൈബിൾ. എന്നിട്ട് ഞാൻ അവനത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ആദ്യം മാർക്കോസിൻ്റെ സുവിശേഷം ഭാഗം എടുത്ത് കാണിച്ച് ഇത് വായിക്കണം. നമ്മൾ ആർക്കെങ്കിലും ബൈബിൾ കൊടുക്കുമ്പോൾ അതുവരെ ബൈബിളുമായിട്ട് ഫെമിലിയർ അല്ലാത്തവരാണെങ്കിൽ ആദ്യം ആ മാർക്കോസിൻ്റെ സുവിശേഷം എടുത്ത് കാണിച്ചു കൊടുക്കും, ഇത് വായിക്കുക. അല്ലെങ്കിൽ അവൻ യേശുവിനെ അന്വേഷിച്ച അന്ന് ജനസിസ് മുതൽ വായിക്കാൻ തുടങ്ങുമ്പോൾ കുറേ വായിച്ചിട്ട് കിട്ടാണ്ടാവുകയാണെങ്കിൽ പുസ്തകം വെച്ചുകൊണ്ട് പോകും. അങ്ങനെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ വചന പ്രഘോഷണത്തിന്റെ വരമാണ് അവിടെ കണ്ടോ, അത് റിലീസായി. ദാറ്റ് ഹാസ് ഓപ്പൺഡ്. ദൈവം നമ്മളിലൂടെ ദൈവത്തിന്റെ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവീക വരങ്ങളിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്വന്തം ബോധ്യത്തിലും ശക്തിയിലൂടെയും ചെയ്താൽ അത് വിജയിക്കില്ല. അന്ന് വരെ ഒരാളോടും യേശുവിനെ കുറിച്ച് പറയാത്ത ഞാൻ ഇതാ ഇപ്പോ ട്രെയിനിലും എവിടെ നടക്കുമ്പോഴും യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി. വായ്, അതാണ് ആ പ്രഘോഷണ വരം. നമ്മളിൽ ആ വരം അഭിഷേകമായി കഴിയുമ്പോൾ പിന്നെ ഇതങ്ങ് പ്രവർത്തിക്കുക. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ വരം നമ്മളിലുണ്ട്. ആ വരം നമ്മളിൽ അങ്ങ് അഭിഷേകമാകുന്നതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഗാനം ആലപിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള വരദാനങ്ങൾ അഭിഷേകമാകണമേ. ഞങ്ങളിലുള്ള വരദാനങ്ങളിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവൊന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ സ്തോത്രം. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
സ്വന്തമായി തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നമ്മളിപ്പോ പെട്ടെന്ന് വരദാനങ്ങളിലേക്ക് കയറുകയാണ് ഇപ്പൊ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇനി ചില കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വരദാനങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ആയിട്ടിങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് പോകണം. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വരദാനങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കേണ്ടവയല്ല, ഇത് ഓൾറെഡി നമ്മളിൽ ഉണ്ട്. എങ്ങനെ നമ്മൾ ഓൾറെഡി ഉണ്ട്? നമ്മൾ മാമോദീസായിലൂടെ യേശുവിൻ്റെ ആത്മാവാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് ഈശോ പറഞ്ഞതിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ്റെ ഒരു ടീച്ചിങ് ഇങ്ങനെയാണ്: ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ എന്ന് പറഞ്ഞാൽ, upon എന്ന് പറഞ്ഞാൽ it is not only upon the person Jesus but upon the whole messianic people. ആ യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ എല്ലാവരുടെയും മേൽ. You got the point? Yes. അപ്പോൾ യേശു തന്നെ 30 വയസ്സ് വരെ പരിശുദ്ധാത്മാവ് യേശുവിൽ ഉണ്ടായിരുന്നുവെങ്കിലും യേശു ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പരസ്യമായിട്ട് അധികം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ മാമോദീസായ്ക്ക് ശേഷം യേശു പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഉണ്ടോ? അപ്പൊ നമ്മളിൽ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളത് ഇപ്പോൾ ഇത് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? സുവിശേഷം പ്രഘോഷിക്കുന്നതിനും സൗഖ്യപ്പെടുത്തുന്നതിനും മറ്റ് ദൈവിക പ്രവർത്തനങ്ങൾ. അപ്പോൾ യേശുവിൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നും കൊണ്ടുവന്നതല്ല, അതിനെ അഭിഷേകമാക്കിയിരിക്കുന്നു. അതേ ആത്മാവ് തന്നെയാണ് ഓരോ വിശ്വാസികളിലും ഉള്ളത്. അതാണ് ഈശോ വീണ്ടും അവസാനത്തിൽ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും ശക്തികളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ അത് നിങ്ങൾക്ക് നൽകുന്നു. അതാണ് ഈശോ ഒരു പ്രാവശ്യം പറഞ്ഞു,
ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെൻ്റെ ശാഖകൾ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശം. Can you bring that candle, please? One, please come. You come. Yeah. You stand there, very near. Little boy, this side. Okay. Now, this is Jesus, the light of the world. This is each one of us. Come on, take this. Take that light. Ee candle on the light either. Yes. This is our baptismal candle. Now, okay. Bring near, come near. Okay. Yeah. Tony, camera, no, okay. And actually, I'm going to put camera. Level it. ഇത് തമ്മിൽ വളരെ വ്യത്യാസം. ഇതുകൊണ്ടാണ് നമ്മൾ 2 ക്യാൻഡിൽ കുർബാനയിലെല്ലാം കത്തിക്കുന്നത്. ദിസ് ഈസ് ജീസസ്. ഈ ഈശോ കർത്താവിന്റെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും ആയ പ്രകാശം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങളാണ് ലോകത്തിന്റെ. ഇതാണ് മാമോദീസയിൽ സംഭവിച്ചത്. Now think about these 2 lights. Is it possible for God to give only half the light? No. അതാണ് നമ്മൾ വിശ്വാസത്തിന്റെ ആ ബോധ്യത്തിലേക്ക് വരേണ്ടത്. The victory. We are victorious when you believe this. യേശുവിനെ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണത്. ഈ പ്രകാശത്തിന്റെ പകുതി യേശുവിന് തരുക സാധ്യമല്ല. യേശുവിന് മുഴുവനേ തരാൻ പറ്റുള്ളൂ. അതിന് വേറൊരു പോയിന്റ് ഉള്ളത്, ഹീസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റിൽ നിന്നും ഒരു പോർഷൻ കിട്ടിയാൽ അത് എത്രയാമത്? ഇൻഫിനിറ്റ്. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ അവസ്ഥ. നമ്മൾ യേശുവിൻ്റെ മുഴുവൻ പ്രകാശവും നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ടത് നമ്മുടെ വിശ്വാസത്തിലൂടെ, പ്രബോധനങ്ങളിലൂടെ അറിയേണ്ടത് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വരങ്ങളെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അന്വേഷിക്കും, കണ്ടെത്തും, മുട്ടുവിൻ. ഈ വരങ്ങളെല്ലാം നമ്മളിൽ ഉണ്ട് എന്നത്, എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി. ജ്ഞാനസ്നാനത്തിലൂടെ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കാറ്റക്കിസം ഭാഗം പറയുകയാണ്. പരിശുദ്ധ ത്രിത്വം മാമോദീസ സ്വീകരിച്ച ആൾക്ക് വിശുദ്ധീകരണ കൃപാവരവും നീതീകരണ കൃപാവരവും നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി അവിടുത്തെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ശക്തി നൽകുന്നു. പാരഗ്രാഫ് 1266 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൂപ്പർ നാച്ചുറൽ ഓർഗാനിസം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് മുമ്പിൽ മാമോദീസ സ്വീകരിച്ച വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരദാനങ്ങളും നൽകിയിരിക്കുന്നു. കാരണം ദൈവം, ത്രിത്വൈക ദൈവം നമ്മളിൽ വന്ന് വസിക്കുന്നത് ഒരു എംപ്റ്റി ബോക്സ് ആയിട്ടാണോ? He is in fullness. വചനം വരുന്നു എഫേസ്യൻസ് ചാപ്റ്റർ 1:3. എഫേസോസ്കാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വചനം പറയുകയാണ്, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. വചനം വരുന്നത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. You want to read it in English? Please. Ephesians chapter 1 verse 3. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. All the spiritual gifts of heaven is bestowed upon us. നമ്മൾ
കണ്ടെത്തേണ്ടത് ഇതാണ്. നമ്മൾ കണ്ടെത്തണം, യെസ്, നമ്മളിൽ ഈ വരങ്ങളെല്ലാം ഉണ്ട് എന്നും. പ്ലീസ് റീഡ് Ephesians chapter 1 verse 3. Blessed be the God and Father of our Lord Blessed be the Lord, our Father of our Lord Jesus Christ, who has blessed us in Christ with every spiritual blessing. Every spiritual blessing. Please underline that. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. അപ്പോ when Jesus said the spirit of the Lord is upon me എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരിലും തന്നെയും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മാമോദീസായിലൂടെ. അതുകൊണ്ടാണ് നമ്മളിത് കണ്ടെത്തണം. ഇതെല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യത്തിലും നമ്മൾ പല രീതിയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ അതിനെ